കഴിച്ച് അണ്ണാൻ കയറി പോകുന്ന നോക്കിയേ, കയറി പോകുന്ന. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് അകത്തോട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേശാണ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചിലാണ്. ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് 80 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ബീച്ച് വരുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് കാം ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടും കൂടിയാണ്. നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ബീച്ച് വരുന്നത്, ലീമർ ബീച്ച്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് കേട്ടോ. ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറുന്നത് ആ ബീച്ചിൻ്റെ അവിടുത്തെ ഗേറ്റിലാണ്. അപ്പോൾ പാർക്കിംഗ് ഫീ നമുക്ക് എടുക്കണം. പാർക്കിംഗ് ഫീ ഒരു 50 റുപ്പീസ് കൊടുത്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ഇതുപോലുള്ള ഒരുപാട് വേസ്റ്റുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തോ ഗൈസ് ഒരുപാട് വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. ആൻഡ് ഈ ഒരു സൈഡാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ തമിഴ്നാട് ഡോക്ടർ ജയലളിത ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെയാണ് വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് സൈഡിലാണ് ഈ ഒരു ബീച്ചും വരുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലീമർ ബീച്ച്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു നല്ലൊരു അമ്പലം വരുന്നുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ ഒരു അമ്പലം, അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് നമ്മുടെ ലീമർ ബീച്ച്. ആൻഡ് ലീമർ ബീച്ചിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത്, ഇത് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ലീമർ ബീച്ചിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് 1000 കാൽ പൊഴിമുഖം എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. നമ്മൾ നേരെ വന്ന് കയറി അമ്പലം ഇതാണ് ഗൈസ്. ഈ സ്റ്റെപ്പ് നമ്മൾ കയറി വരുന്നതാണ് നമ്മുടെ ലീമർ ബീച്ച്. ആ വ്യൂ ഒന്ന് നോക്കിക്കേ. ഇതാണ് ഗൈസ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഗൈസ്, അപ്പോൾ ബീച്ചിന് തൊട്ടടുത്തായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത്രയും മനോഹരമായ ബീച്ചിൻ്റെ തൊട്ട് സൈഡിൽ ഈ ഒരു അമ്പലവും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ആഴിമലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശിവക്ഷേത്രമാണ്. ആൻഡ് ഇവിടെ വരുന്നത് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ച സമയമാണെങ്കിലും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മരം നിൽക്കുന്നതുകൊണ്ട് നല്ല ഓവറോൾ ഭയങ്കര നല്ല രസമുള്ളൊരു വ്യൂ ആണ് ഗൈസ്. ഒരു ഫോറിൻ ബീച്ചിൻ്റെ ഒരു ടച്ചൊക്കെ വരുന്നുണ്ട്. ബിക്കോസ് ആ ഒരു സീ കിടക്കുന്നത് അങ്ങനെയാണ്. അതായത് നല്ല പച്ച കളർ വെള്ളമായിട്ട് നല്ല ക്ലീനാണ്. കടൽ നല്ല ക്ലീനാണ് ഗൈസ്. ഒരു അങ്ങനെ വലിയ മാലിന്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ വരുന്ന എൻട്രൻസ് ആണ് കുറച്ച് മോശമായിട്ട് കിടക്കുന്നത്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങി കൊടുക്കരുത്. അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ പോയി പ്രത്യേകിച്ച് ലൈഫ് ഗാർഡും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു ഫീലാണ് ഗൈസ്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും സൺസെറ്റൊക്കെ കാണാനായിട്ട്. പിന്നെ അത് ഇവിടെ ഇതുപോലെ കല്ലുകൊണ്ട് തീർത്ത മാർബിൾ കൊണ്ട് തീർത്ത കുറേ ഇരിക്കാനായിട്ട് കുറേ സ്പേസുകൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഇതുപോലെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് നടക്കാം. ഇങ്ങോട്ടും സ്ഥലം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടും നമുക്ക് നടക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് ഈ ഒരു സ്പോട്ടിലെത്തി. ഇത് ഇവിടെ ഇങ്ങനെ കണ്ടോ, ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ബീച്ചിലോട്ട് നോക്കി ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. സോ അവിടെ നിന്നാണ് ഞാൻ നടന്നു വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഗൈസ്.
ഗൈസ് അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു മതിലൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ ഒരു സ്പോട്ടിലോട്ട് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് അകത്തോട്ട് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇതുപോലെയൊക്കെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് കിളികളുണ്ട് കേട്ടോ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് കിളികൾ ഇവിടെ ഉണ്ട്. ഭയങ്കര ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്ത് കിങ്ഫിഷറാണോ? അവിടെ ഇരിപ്പുണ്ട്. കിങ്ഫിഷർ പോലത്തെ എന്തോ ബേർഡൊക്കെയാണ് കേട്ടോ ഇതേ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് സീഷെല്ലുണ്ടോ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ എവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ട് കേട്ടോ. ഞാനിപ്പോൾ നടക്കുന്ന പോർഷനിലും നല്ല വെള്ള നനവുണ്ട് കേട്ടോ. അതായത് ഇതുവരെയൊക്കെ എന്തായാലും കടൽ കയറി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ സേഫ് അല്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പോർഷനിലൊക്കെ നനവുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ലൈഫ് ഗാർഡൊന്നും ഞാൻ കണ്ടില്ല വന്നിട്ട്. 1-2 പേരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അല്ലാതെ വേറെ അങ്ങനെ നമ്മുടെ വർക്കല കോവളം ബീച്ച് പോലെ അങ്ങനെ വലിയ ലൈഫ് ഗാർഡുകളും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അമ്പലത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട്. അതുപോലെ അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റ് മീൻസ് ചെറിയൊരു സെറ്റപ്പാണ് ഗൈസ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമെന്നുള്ളത്, അല്ലാതെ വലിയ റെസ്റ്റോറൻ്റ് ഒന്നും അല്ല. എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിച്ച് കുടിക്കാം കേട്ടോ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കടലിലോട്ട്. ഈ കടൽ തീരം വളരെ ആഴമുള്ളതിനാലും ശക്തമായ തിരമാലകൾ ഉള്ളതിനാലും കടലിൽ ഇറങ്ങാൻ അനുമതിയില്ല എന്നുള്ള കാര്യം തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർ ദയവായി ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. അപ്പോൾ വന്ന് ചാടി ഇറങ്ങരുത്. ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങാനും കുളിക്കാനൊക്കെ തോന്നും. പക്ഷേ ദൈവത്തെ ഓർത്ത് ആരും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ച സമയമാണ്, അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കപ്പയും മീറ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഫിഷ് ഫ്രൈ ഉണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈയും കപ്പയും അതിൻ്റെ കറിയാണ് വരുന്നത്. 100 rupees ഒരു പ്ലേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഞാൻ ഏകദേശം കുറേ അങ്ങോട്ട് നടന്നു, ആ സൈഡൊക്കെ ഞാൻ കവർ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു. ബീച്ച് എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം കുറച്ച് മോശമാണെന്നേ ഉള്ളൂ. പക്ഷേ ബീച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ ബീച്ച് ഭയങ്കര ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കന്യാകുമാരി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരിക. ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈം നിങ്ങൾ വരിക. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ കടകളും എല്ലാം ഓപ്പൺ ആവും. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും ബീച്ച് അടിപൊളി ബീച്ചാണ് ഗൈസ്. അപ്പോൾ പറ്റുമെങ്കിൽ വരിക. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.